എല്ലാ പേരൻസിനും ഒരു ആശങ്കയുണ്ട്, എസ്പെഷ്യലി പെൺകുട്ടികളുടെ പേരൻസ് എന്ന നിലയ്ക്ക് അവരുടെ സേഫ്റ്റി, അവരുടെ കംഫർട്ടൊക്കെ നമുക്ക് പ്രശ്നമാണല്ലോ. ഇപ്പം പല പേരൻസും ചിന്തിക്കുന്നത് ഈ 12th വരെയൊക്കെ അവർ പേരൻസിൻ്റെ കൂടെ തന്നെ വീട്ടിലൊക്കെ നിന്നിട്ടായിരിക്കും മജോറിറ്റി കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പം ജർമ്മനിലേക്ക് അയക്കുമ്പോൾ വളരെ ദൂരത്താണ്, നമുക്കൊന്നും പോയി അന്വേഷിക്കാൻ പറ്റില്ല, സേഫ്റ്റി അങ്ങനത്തെ കൺസേൺ ഒരു പേരൻറ്റിന് ഉണ്ടാവുമല്ലോ. അപ്പം ബിനുചേട്ടന് അങ്ങനത്തെ ആശങ്കകൾ ഉണ്ടായിട്ടില്ല ആദ്യം? തീർച്ചയായിട്ടും. അതായത് ഇവരെ +2 വരെ ഞാൻ വണ്ടിയിലാണ് കോളേജ് ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. LKG മുതൽ +2 വരെ ഞാൻ തന്നെ കൊണ്ടുവിട്ടുകൊണ്ടിരുന്നത്. പക്ഷെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇവരിങ്ങനെ നമുക്ക് അറിയാത്തൊരു യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോകാനൊക്കെ തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു ആശങ്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പെൺകുട്ടിയാണെന്നുള്ളൊരു ചിന്ത, പ്രത്യേകിച്ചും ഇവരുടെ അമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, ദൂരമാണെന്നുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഏതായാലും പഠിപ്പിക്കാനായിട്ട് അവിടെ തീരുമാനമെടുത്ത് അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു തീരുമാനത്തിൽ. പിന്നെ കുട്ടികളുടെ ആഗ്രഹമാണ്. അപ്പം നമ്മളിപ്പം നേഴ്സിങ്ങിന് ഇവിടെ പഠിപ്പിക്കാനായിട്ട് അയച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് ചിലപ്പോൾ സക്സസ് ആയില്ലെങ്കിൽ ചിലപ്പം നിങ്ങൾ പറഞ്ഞിട്ടല്ലേ എന്ന് ചോദിക്കും. അപ്പം ഞങ്ങൾ വിചാരിച്ചു മോളുടെ താല്പര്യത്തിനനുസരിച്ച് അവളെ പഠിപ്പിച്ചു. അതൊരു നല്ല തീരുമാനമായിരുന്നു. തീർച്ചയായിട്ടും ജീവിതത്തിലെടുത്ത ഏറ്റവും നല്ലൊരു തീരുമാനം. അതെ, തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനം.